ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവിയേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മാതൃപിതൃശാപദോഷങ്ങളെ കുറിച്ചാണ്. മാതാപിതാക്കൾ അഥവാ അവർക്ക് സമാനരായ മറ്റു വൃദ്ധ ബന്ധുജനങ്ങൾ തുടങ്ങിയവരുടെ ജീവിതകാലത്ത് അവരെ ശ്രദ്ധിക്കാതിരിക്കുക, വേദനിപ്പിക്കുക, അവഗണന കൊണ്ട് അവർക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാരണങ്ങളാലും മരണശേഷം അനിവാര്യമായ ശേഷക്രിയകൾ ചെയ്യുന്നതിൽ വീഴ്ച വരുന്നതിനാലും പിതൃക്കളുടെ ശാപം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദോഷം സന്താന ദുരിതങ്ങൾക്കും വന്ധ്യതാ ദോഷങ്ങൾക്കും, കുഞ്ഞുങ്ങളെ വേർപിരിയൽ, ബാലകർക്ക് രോഗാദി പീഡകൾ തുടങ്ങിയവ ഇതിൻ്റെ ഫലമായുണ്ടാകാം. മറ്റു കർമ്മങ്ങൾ വഴി കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾക്ക് മാറ്റം വരാത്ത സാഹചര്യങ്ങളിൽ ഈ ദോഷം ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജാതക പ്രശ്നത്തിൽ ആദിത്യചന്ദ്രന്മാരുടെ ഭാവഫലങ്ങളെ അടിസ്ഥാനമാക്കിയും ബാധാസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയും ഈ ദോഷം തിരിച്ചറിയാം. ആദിത്യൻ കുജക്ഷേത്രത്തിലോ കുജന്റെ അംശത്തിലോ ബാധാസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ ശാപം ഉണ്ടെന്ന് പറയാം. ഇപ്രകാരം ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അമ്മയുടെ ശാപം പറയണം. പാപഗ്രഹം ആദിത്യൻ്റെയോ ചന്ദ്രൻ്റെയോ ക്ഷേത്രത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിന്നാലും പിതൃമാതാക്കളുടെ ശാപം ഉണ്ടെന്ന് പറയണം. ഇനി ഇവയ്ക്ക് എന്താണ് പരിഹാരം എന്ന് നോക്കാം. മാതാപിതാക്കളുടെയും ബന്ധുജനങ്ങളെയും യഥാവിധി ആദരിക്കുക, ഇവരെ ശുശ്രൂഷിക്കുക, ഇഷ്ടവസ്തുക്കൾ നൽകുക മുതലായ കൊണ്ട് അവരുടെ സന്തോഷം നേടിക്കൊള്ളണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ശുശ്രൂഷാർത്ഥ സമർപ്പണാദികൾ ചെയ്യേണ്ടത്. അവർ മരിച്ചുപോയാൽ ശ്രാദ്ധം, തർപ്പണം, തിലഹവനം മുതലായ കൊണ്ട് അവരെ പ്രീതി നേടണം. മരണശേഷം ശരിയായ കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണ് ഇതിന് പരിഹാരം. പിന്നെ ദാനധർമ്മങ്ങൾ, അന്നദാനം എന്നിവ നടത്തുന്നതും നന്നായിരിക്കും. തീർത്ഥസ്നാനങ്ങളിൽ സ്നാനം നടത്തുന്നതും അവിടെ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നതും പിതൃമാതൃശാപ ദുരിതത്തിന് പരിഹാരമാണ്. ഇനി പൊതുപരിഹാരം പറയാം. വിഷ്ണു ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും പരശുരാമ പ്രതിഷ്ഠയുള്ള തിരുവല്ലം ക്ഷേത്രങ്ങളിൽ തിലഹോമം നടത്തുന്നത്, അതുപോലെ സായുജ പൂജ എന്നിവ നടത്തുന്ന വഴി പിതൃക്കൾ തൃപ്തരാവുകയും വിഷ്ണുവിൽ ലയിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രസ്തുത നാമജപത്തിനായിട്ട് കൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഈ പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ പറയുന്നു. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങളിൽ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പിതൃമാതൃശാപ ദുരിതങ്ങളെല്ലാം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞാൻ വിടുന്ന എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ കാണണം. നന്ദി, നമസ്തേ. ഓം ശാന്തി, ഓം ശാന്തി.